ഇല്ല മനസ്സിലാവില്ല. ഞാൻ സൈഡിൽ ഫോട്ടോ ഇട്ടിച്ചേക്കാം. നമ്മൾ ഈ നട്ടക്കുരുക്കാത്ത വെയിലത്ത് എവിടെ പോവാ ഗൈസ്? കാണിക്കേ ചിലടത്ത് ഒരു പൊടിയും നെയ്യും ഒക്കെ അല്ലേ? നീ മറ്റേ ജയറാം ഹോട്ടലിൽ നിന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടോ സദ്യ? താലി, ബെസ്റ്റ് താലി. അവിടെ മറ്റേ പരിപ്പും നെയ്യും പൊടിയും ഒക്കെ ആദ്യം കൊണ്ടുത്തരുമോ? നീ എന്നെ കണ്ടിട്ടില്ലേ ഇങ്ങനെ? ആദ്യമായിട്ടാണോ? ലിപ്സ്റ്റിക് ഒക്കെ തോന്നുന്നല്ലോ. അതെല്ലേ? പറയൂ. ഈ നട്ടക്കുരുക്കാത്ത വീട്ടിൽ നമ്മളോട് ഞങ്ങൾ ഫോർട്ട് വെച്ച് പോവാണ്. മാനസിക ആരോഗ്യത്തിന്റെ എന്തോ ഉത്സവത്തിന് അതെ അതെ അതെ. അവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടെന്ന് അറിഞ്ഞത്. നമ്മൾ പോവാണ്. നീ പറഞ്ഞോടാ ആരാ? അതിപ്പോ നമ്മള് മാനസികാരോഗ്യം നമുക്കുള്ളത് കൂടെ കളയേണ്ടി വരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഇത്രേ ഉള്ളൂ. ക്യൂ കാണിച്ചു. ഇവിടുന്ന് തുടങ്ങുന്നതാണ്. ഇതാ റോഡിന്റെ അങ്ങേ അറ്റം വരെ ഉണ്ട് കേട്ടോ. അതെ അതെ. എന്താ അറിയോ, ദിസ് ഈസ് ലേഡീസ് ക്യൂ. ഓക്കെ. എനിക്ക് 3 വർഷം എക്സ്പീരിയൻസ്. അതെ അതെ അതെ. ഇങ്ങനെ പ്രിവിലേജുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് വാട്ടർ മെട്രോ എന്നിട്ട് പിന്നെ നടക്കണ്ടേ? 6 മണിയാകുമ്പോൾ എന്നിട്ട് നടക്കണ്ടേ? വാട്ടർ മെട്രോ പോകുന്നതിന് ഭേദം നീന്തി വരുന്നതാ. വർക്ക് കിട്ടും, എന്തെങ്കിലുമൊക്കെ നടക്കും. ഇതാണ് ഞങ്ങൾ വന്ന സ്ഥലം. നമ്മൾ ഒരുപാട് പേരെ പ്രതീക്ഷിച്ച് വന്നു. പക്ഷേ ഞങ്ങളെയും കൂടെ കൂട്ടി ഇവിടെ 10 പേര്. ഇവിടെ ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ പൈസ കൊടുക്കണം, ഫ്രീ അല്ല. അങ്ങനെയൊക്കെ. അതെ, മെൻ്റൽ ഹെൽത്ത് ഫെസ്റ്റിവൽ. എന്തിവിടെ നടക്കണേ? പിള്ളേരാണല്ലോ. നമ്മൾ ഉദ്ദേശിച്ച പരിപാടിയല്ലേ? ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ. അതെ, ഞങ്ങളുടെ മേലിവർ സിമ്പിൾ പതിച്ചു ഗൈസ്. എന്താ സിമ്പിൾ അവിടെ? ഹായ് ആനക്കുട്ടി. ഒരു ഹായ് തരുമോ ഗായ്സ്? നമുക്ക് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യുന്നുള്ള നൈറ്റിയോ? ഈ ചെക്കൻ വെച്ചതാ? ഓ നൈസ്. 200. ഓ എല്ലാത്തിനെയും വെച്ചിട്ട് ഇവിടെ ടോട്ട് ബാക്കിന് 200 അല്ലേ? നൈറ്റി 350. ഓ ദേ അവർ നമുക്ക് തന്ന കാർഡ്. പൗച്ച് പ്ലീസ് മെൻഷൻ മീ ഇൻ UPI. എന്തോരം വിശ്വാസം ഉണ്ടാവുമല്ലേ. എടാ ഇതൊക്കെ ഓരോരോ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ ചെയ്തിരിക്കുന്നയാടാ. കണ്ടോ ID ഉള്ള കുട്ടികൾ. നൈസ്. ഹായ്. ഇതും ടോട്ട് ബാഗ്. ഓ ദിസ് ഇസ് സോ നൈസ്. ഓ ഗ്രേറ്റ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളുടെ വട്ടുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇവിടെ കേരളാസ് ഫസ്റ്റ് മെൻ്റൽ ഹെൽത്ത് ഫെസ്റ്റ് നടക്കുകയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ബേസിക്കലി അതിൻ്റെ പേര് ധൃതി എന്നായിരുന്നു. ഒരു NGO, ഒരു ഫൗണ്ടേഷൻ നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അവിടെ എന്തൊക്കെയോ നടക്കുന്നു, നമ്മൾ ചെന്ന സമയത്തിൻ്റെ ആയിരിക്കാം, വാട്ട് എവർ. അപ്പം നമുക്കവിടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഒരു അപ്കമിങ് പരിപാടീൻ്റെ ഡിസ്കഷനും കൂടി ഇരുന്നു. അപ്പോൾ ആരാണ് ഈ ഞങ്ങൾ? എൻ്റെ ഈ ബ്ലോഗിൽ അങ്ങനെ അധികം കണ്ടുപരിചയമില്ലാത്ത 2 പുതിയ മുഖങ്ങൾ, നോർമലി കാണുന്ന ആളുകളല്ല. അപ്പം എൻ്റെ കൂടെ ഉള്ളതിൽ ഒരാൾ ദേവിക തന്നെയാണ്.
ഷീ ഈസ് എ ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പിസ്റ്റ്. ആൻഡ് മറ്റേയാൾ അഞ്ജു വിജയൻ, ഷീ ഈസ് എ മെഡിക്കൽ മ്യൂസിക് തെറാപ്പിസ്റ്റ്. അപ്പം ഞാൻ ഒരു ആർട്ട് തെറാപ്പി പ്രാക്ടീഷണറും കൂടെയാണ്. അപ്പം ഞങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഓരോ കലാരൂപങ്ങളാക്കി കൊണ്ടുവരാം എന്നാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ബേസിക്കലി ഞങ്ങൾ 3 എക്സ്ട്രോവേർട്സ് ചേർന്ന് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഐഡിയാസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വൈൽഡാണ്. ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നു, ആ പറയുന്നതൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ നമ്മളൊരു മീറ്റിങ്ങിന് വേണ്ടി കൂടാമെന്ന് പറഞ്ഞു, കൂട്ടത്തിൽ ഒരാൾക്ക് ഇതാ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് കാണിച്ചു തരുന്നു. അപ്പോൾ മറ്റേ ആൾ പറയുന്നത് നമുക്കതിന് പോവാം. ഞങ്ങൾ 3 പേരും കൂടെ അതിനെ എഗ്രി ചെയ്യുന്നു. അന്ന് അവിടെ വെച്ച് അതിനെ രജിസ്റ്റർ ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ ബേസിക്കലി ഞങ്ങളുടെ ഒരു വൈബ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ വെറുതെ ഇരുന്നതാണ്. പിന്നെ ഞങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, നമ്മുടെ അപ്കമിങ് ഷീ ക്യാമ്പ് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിലൂടെ അതും നടത്തി കേട്ടോ. വന്നത് എന്തായാലും വെറുതെ ആയും തോന്നുന്നില്ല. വി ഹാഡ് എ ഗുഡ് ടൈം. Look girls. Hello guys. So how did you enjoy the sessions Yeah, today? it was love. ഉള്ളത് പറ, വന്നോണ്ട് വല്ല കാര്യമുണ്ട്. 30 രൂപ. 30 രൂപ, 10 രൂപ ചെങ്കാറ്. 10 രൂപ ചെങ്കാറിന്, പിന്നെ 20 രൂപ. പിന്നെ മെച്ചം എന്ന് പറയണത് ടാറ്റു ചുമന്നത് കിട്ടിയ ഒരെണ്ണം. പിന്നെ നമ്മൾ ഇത് വാങ്ങി. പിന്നെ 10 രൂപ ഡോമിന്റെ കയ്യോടിച്ച് വെച്ചിട്ടുണ്ട്. അയ്യോ ഞാനത് തിരിച്ചു മുതലാക്കണ്ടേ മുതൽ. വരച്ച പടമൊക്കെ നമ്മൾ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചേൽപ്പിച്ചു. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ എക്സ്പീരിയൻസ്? കുറച്ചുകൂടി ചെയ്യാൻ. പോട്രി നമ്മൾ എന്തോ ചെയ്തു, വന്ന ഉടനെ അത് കണ്ടതുകൊണ്ട് പിന്നെ ഒരു കുറച്ചുകൂടി ഒരു ഓർഗനൈസ്ഡ് ആവാന്ന് തോന്നി. എനർജി വേണം, എനർജി. ആ കുട്ടിക്ക് എനർജി ഉണ്ടെന്ന് തോന്നുന്നു. She's a stand-up comedian, she's a filmmaker. ബേസിക്കലി പരിപാടി അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഡാൻസ് തെറാപ്പിന്ന് മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന കുറച്ച് ഉടായ്പത്തരങ്ങളുണ്ട്. അത് ആണോ ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ബേസിക്കലി. യെസ്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം ഇരുന്നു. ആൻഡ് ബാക്ക് ടു ജങ്കാർ ആൻഡ് വി വർ ബാക്ക് ടു ഹോംസ്. അപ്പം ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ് ഓഫ് സംതിങ് ന്യൂ വി ആർ ക്രിയേറ്റിംഗ്. സോ സ്റ്റേ ട്യൂൺഡ്.